അങ്ങനെ ഈ കുരുക്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലില്ല, മന്ത്രിക്ക് ചിലപ്പോൾ പോലീസും അവർ സഹായങ്ങൾ ചെയ്തു തരും. പക്ഷെ സാധാരണക്കാരൻ എന്ന നിലയിൽ, ഞാൻ MLA എന്ന രീതിയിൽ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും നേരിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം സ്കെച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ഇനി ചർച്ച ചെയ്യും. അവർ ചെയ്യേണ്ട വർക്കുകൾ അവരെ കൊണ്ട്. അവര് നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സനീഷ് ആ കമ്മിറ്റിയിലുള്ളതാണ്, ഞങ്ങൾ ഇവരെ വിളിച്ചു വരുന്നത്. അപ്പോഴും ഈ സൈഡിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള അപകടങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് 700 മീറ്റർ ക്രോസ് ചെയ്യാൻ പറ്റും. 700 മീറ്റർ അല്ല, ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ബ്ലാക്ക് സ്പോട്ട് ആണ് കറങ്ങുന്നത്. ഇത് നമുക്ക് ചെയ്യാം. വണ്ടി അവിടുന്ന് ഓടിച്ചു വരുന്നവർക്കേ മനസ്സിലാവും. 6 മാസത്തിനകത്ത് നമുക്ക് വർക്ക് തുടങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്യാൻ സാധിക്കും. ഹൈവേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഇടിയുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇടിച്ചു കഴിഞ്ഞാൽ മേജർ ആക്സിഡന്റ് ആവും. ബ്ലൈൻഡ് സ്പോട്ടുകൾ, ബ്ലാക്ക് സ്പോട്ടുകൾ നമ്മൾ പരിഹരിക്കാൻ അവര് നടപടി എടുക്കുന്നെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, മിന്നൽ വേഗത്തിൽ നടപടി. നമുക്കറിയാം, ഈ അടിപ്പാത ഗവൺമെന്റ് അനുവദിച്ചതാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏകദേശം 45 കോടിയോളം രൂപ അടിപ്പാതയ്ക്ക് വേണ്ടി പാസ്സായി എന്നതായിരുന്നു കേട്ട വിവരം. പ്രിയമുള്ളവരെയും ആ അനുവദിച്ച അടിപ്പാത നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ആരംഭിക്കാൻ, അത് പണികൾ ആരംഭിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്താനായിട്ട് നമ്മുടെ ഈ സായാഹ്ന ഭരണ അനുഗ്രഹപ്രദമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അനുവദിക്കപ്പെട്ട ഒരു കാര്യം ഏറ്റവും അത്യന്താപേക്ഷിതമായ സ്ഥലമാണല്ലോ. മരണം വരാൻ സാധ്യതയുള്ള സ്ഥലമല്ല, മനുഷ്യ സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുജനങ്ങളായിരുന്നാലും ജനപ്രതിനിധികളായിരുന്നാലും ജനങ്ങളുടെ നന്മ, ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുക, നിർഭയമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക, ഇതൊരു മനുഷ്യന്റെ അവകാശവുമാണല്ലോ. ജീവിക്കാൻ പറ്റുക, ഇതൊരു മനുഷ്യന്റെ അവകാശമാണ്. അപ്പൊ നിർഭയത്വം വേണം. ഇവിടെ സംബന്ധിച്ച് നമ്മളെ 10-20ഓളം പേരുകൾ മരണപ്പെട്ടു പോയി. ഇവിടെ 47 കോടി രൂപ ഈ ആശ്രമം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായി പ്രഖ്യാപനമുണ്ടായി, അനുവദിക്കുകയുണ്ടായി. പക്ഷേ ആ തുകയ്ക്കുള്ള AS ആക്കിക്കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് TS ആക്കാൻ പോലും നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ഗൂഢാലോചനയാണ് അവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ നിരവധി പമ്പുകളുണ്ട്. ഞാൻ തുറന്നു പറയാം, നിരവധി പമ്പുകളുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും ലൈസൻസുകളും കൈകാര്യം ചെയ്യുന്ന പാലക്കാടുള്ള ഒരു ഏജൻസിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട്, എനിക്കറിയാം. അവരുടെ സമ്മർദ്ദ ഫലമായി ഡൽഹിയിൽ പോയിക്കൊണ്ട് ഈ അടിപ്പാതയുടെ നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്ന തുക AS ആക്കാതെ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുക, അത് AS പോലും ആയിട്ടില്ല. അപ്പൊ വലിയൊരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റായി ബന്ധപ്പെട്ട ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തന ശ്രമങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവരെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇവിടെ 18-ാം തീയതി ധ്യാനം നടക്കുക, നിരവധി ആളുകൾ വരുന്നുണ്ട്. ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റുമോ? ആരാണ്, നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ധ്യാനം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കളക്ടറും ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ ജംഗ്ഷനിൽ വന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത് വരെ ഈ ഹൈവേ ഉപരോധിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോറിറ്റി തനി ഗുണ്ടായുസമാണ് കാണിക്കുന്നത്. അവരെ പിടിച്ചു കെട്ടാനായിട്ട് രാഷ്ട്രീയക്കാർക്കോ മന്ത്രിമാർക്കോ ആർക്കും സാധിക്കുന്നില്ല. അവര് പറഞ്ഞങ്ങോട്ട് പോവും, പിന്നെ വഹിക്കേണ്ടി വരില്ല. പല ചർച്ചയും ഞാനും ഈ ടൗൺ ഹാളിലൊക്കെ പല ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്, റെസ്റ്റ് ഹൗസിലൊക്കെ. ചർച്ചയുടെ സമയത്തൊക്കെ നമ്മുടെ MLA MP ഒക്കെ വളരെ ശക്തമായിട്ട് ഇവരോട് പറയും, ഇവരെല്ലാം തലകുലിക്ക് വെക്കും, അവരുടെ പോകും. അപ്പൊ ഈ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണ മർച്ചന്റ് അസോസിയേഷൻ നൽകിയാണ്. ഇവിടെ അടിപ്പാത ആവശ്യമാണ്. ഈ അടിപ്പാത വന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ സമരത്തിന് വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്ന്. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചാലക്കുടിയിലെ ചില വികസന പദ്ധതികൾ കണ്ടു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും പ്രേരകമാകേണ്ട റോഡുകളുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ, ചാലക്കുടിയുടെ വികസനത്തിന് ഏറ്റവും മാറ്റം കുറിക്കേണ്ട ചില സംഭവങ്ങൾ നമുക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകി ഫ്ലെക്സ് ബോർഡിൽ പല്ലിടിച്ച് കാട്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഇതാ ഞങ്ങൾ നേടി തന്നിരിക്കുന്നു എന്ന് പല്ലിടിച്ച് കാണിച്ച പല സംഭവങ്ങളുടെയും ഇപ്പോഴത്തെ സ്ഥിതി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ ശോചനീയം. അങ്ങനെ ഒരു സംഭവമാണ് പോട്ട അടിപ്പാത. ഈ പോട്ട അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം, പോട്ട അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്
വളരെ നിഗൂഢമായ ചില സംഭവങ്ങളാണ്. ഇന്നലെ വൈകിട്ട് കോട്ട ആശ്രമം ജംഗ്ഷനിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ കോട്ട ആശ്രമത്തിലെ അച്ഛന്മാരുൾപ്പെടെ നമ്മുടെ ടൗൺ ജുമാ മസ്ജിദിലെ ഇമാം ഹുസൈൻ ബാഗവി, MLA, അതുപോലെ മർച്ചന്റ് അസോസിയേഷൻ നേതാക്കന്മാർ, കൗൺസിലർമാർ, ഇവരൊക്കെ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത് സംസാരിച്ച വത്സൻ ചമ്പക്കര പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കോട്ട അടിപ്പാത എന്ന് പറയുന്ന സംഭവം തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഇതിന്റെ പിന്നിൽ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ലോബി ഉണ്ട്, പമ്പ് ലോബി, പെട്രോൾ പമ്പ് ലോബി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന അടിപ്പാത കോട്ടയിൽ വരാതിരിക്കാൻ നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ഈ മുനിസിപ്പൽ ജംഗ്ഷൻ മുതൽ കോട്ട പാപ്പാളി ജംഗ്ഷൻ വരെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് ടോട്ടൽ കണക്കെടുത്ത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ശ്രമിക്കാം. ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖം പൊത്തി കരയേണ്ടി വരും. ഇവിടുത്തെ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം മാത്രമാണ്. അതായത് അതിൽ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ല കേട്ടോ, BJP എന്നും വ്യത്യാസമില്ല. ഈ പറയുന്ന നേതാക്കന്മാരുടെ അനാസ്ഥ മൂലമാണ് ഇത്രയും ആത്മാക്കളുടെ ഒരു റോഡായിട്ട് ഈ മുനിസിപ്പൽ ജംഗ്ഷൻ മുതൽ കോട്ട പാപ്പാളി ജംഗ്ഷൻ വരെയുള്ള സംഗതി മാറിയത്. എവിടെയാണ് കോട്ട അടിപ്പാത? ഇപ്പൊ വരും, താങ്ങി തരുന്നു പറഞ്ഞിട്ട് ഈ ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഹൈടെക് മനുഷ്യൻ, ഒരു കസേര മനുഷ്യൻ, അയാൾ പല്ലിടിച്ച് ചിരിച്ചു കാണിച്ച് കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്തുണ്ടായി? എന്തിനാണ് ആളുകൾ അങ്ങനെ പറ്റിക്കുന്നത്? ഈ പുള്ളി പറഞ്ഞ ഏതെങ്കിലും കാര്യം നടപ്പിലായിട്ടുണ്ടോ? സൗന്ദര്യവൽക്കരണം, കത്തടപാടുകളും മന്ത്രിനെ പോയി കാണലും, അപ്പോഴേക്കും വാർത്തയും. ഇതിനപ്പുറം ചങ്കൂറ്റത്തോടെ തന്റെ ഇടത്തോടെ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും? പാർക്കിൽ ഒരു തീട്ടം വണ്ടി കിടക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ പറയണല്ലേ. എന്തായിരുന്നാലും കോട്ട അടിപ്പാതയെ പറ്റി ശ്രീ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ പറഞ്ഞ കാര്യം അത് അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്നലെ സമരം നടന്നു, വളരെ രൂക്ഷമായിട്ടായിരുന്നു അതിൽ ആളുകൾ സംസാരിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹുസൈൻ ബാഗവി അടക്കം പറഞ്ഞത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിക്കുമോ എന്നല്ല, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ആത്മാക്കളുടെ റോഡായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അതുപോലെ മർച്ചന്റ് അസോസിയേഷന്റെ പ്രതിനിധിയായിട്ട് വന്ന ജോബി മേലെടുത്ത് എന്ന് തുടങ്ങി ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞൊരു മാഫിയ ടീമാണെന്നാണ് പറഞ്ഞത്. ആളുകളൊക്കെ വളരെ രോഷം കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് കോട്ടയിൽ വരാമെന്ന് പറഞ്ഞാൽ ഈ അടിപ്പാത എങ്ങോട്ട് പോയി? പലരും പല സ്ഥലത്തേക്ക് പോയി എന്നാ പറയണേ, നന്ദിക്കരയ്ക്ക് പോയി, അവിടേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഈ വത്സൻ ചമ്പക്കര പറയുന്നത് പോലെ ഒരു കൗൺസിലറാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നിഗൂഢമായ സംഭവങ്ങൾ നടന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു ലോബി പ്രവർത്തിക്കുന്നു, ആ ലോബിയുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലും ചില നേതാക്കന്മാരും അവരെയും തിരിച്ചറിയണമെന്ന് പറഞ്ഞിരുന്നത്. ആരാണ് നേതാക്കൾ? ഈ ചാലക്കുടിയുടെ വികസനം, ഈ പട്ടണത്തിന്റെ വികസനം ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ആരാണെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും ചുമതല, അതിലുള്ള അണികളുടെ ചുമതലയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുന്നാണ് ഒരാൾ മരിച്ചത്. ഇനി മരിക്കാൻ കിടക്കുന്ന സ്ഥലം എവിടെയെന്നറിയോ? സുന്ദരിക്കല ജംഗ്ഷനിൽ ഒരു കയറ് ഞാത്തിട്ട മാതിരി കിടക്കണല്ലേ, എന്തോ വാല് അഴയത്തിട്ട പോലെ എന്ന് പറയില്ല, അതുപോലെ ഒരു സാധനം കിടക്കണല്ലേ. അവിടെ ഉറപ്പാണ് അടുത്ത അവസരങ്ങളിലും മരണം. ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ചാലക്കുടി നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നവര് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൈവേ അതോറിറ്റി അത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിപ്പിക്കാനുള്ള കരുത്തും അധികാരവുമുള്ള ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഈ അടിപ്പാതയുടെ സംഭവം, നാളെ കോട്ട ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വരും. ഈ പ്രായമായ ആളുകളെ കണ്ണടച്ചിട്ടായിരിക്കും അവർ യാത്ര ചെയ്യണത്. ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയൊരു മരണം ഈ പറയുന്ന ഈ കോട്ട ആശ്രമം പാപ്പാളി ജംഗ്ഷൻ ഈ ഭാഗങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ സുന്ദരിക്കവലയിൽ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട പട്ടണ നിവാസികൾ നിങ്ങൾ എല്ലാവരും കൂടി ഓരോ റീത്തായിട്ട് വന്നിട്ട് ആ നഗരസഭയുടെ മൊത്തം അലങ്കരിക്കണം. മരിച്ചവരെ സൃഷ്ടിക്കുന്ന ഈ ഭരണാധികാരികളെ എന്തിനാണ് ഇങ്ങനെ ചുമക്കുന്നത്? ആരായിരുന്നാലും UDF, LDF, BJP എന്നിവർ ഈ പട്ടണത്തെ 50 കൊല്ലത്തിന്റെ പിറകിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചേർന്ന്. അത്ര മോശമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. എന്തായിരുന്നാലും കോട്ട അടിപ്പാത എന്ന് പറയുന്ന സംഭവം സ്വപ്നങ്ങളിലെ സ്വപ്നമായിട്ട് അവശേഷിച്ചിരിക്കുന്നു. ഈ അടിപ്പാത വരാനായിട്ട് യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല. ഇതിന്റെ പിന്നിൽ വലിയ ലോബി ഉണ്ട് എന്ന് വത്സൻ ചമ്പക്കര പറഞ്ഞ സംഭവം അതിഗുരുതരമായ സംഭവമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ്, ഏകദേശം ഒരു 1.5 കൊല്ലം മുൻപാണ് മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ വന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിപ്പോയത്. എന്തുണ്ടായി? ആ പാപ്പാളി ജംഗ്ഷനിൽ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാണ്. എവിടെയാണ് നടന്നത്? എന്ത് നടന്നു? ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനത് നിങ്ങളെ കാണിച്ചത്, നിങ്ങളത് കണ്ടോ? അപ്പൊ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, റോഡുകളെ ആത്മാക്കളുടെ റോഡുകളാക്കി മാറ്റുക. കോട്ട അടിപ്പാത വരുന്നു പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് അടിച്ച് വെച്ച് പല്ലിടിച്ച് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത ആൾക്കാർ ഇപ്പൊ എവിടെ പോയി? ഇവരെവിടെയാണ്? ഇവരെ കാണാനേ പോലും ഇല്ലല്ലോ. ഈ ഹൈടെക് മനുഷ്യനും കസേര മനുഷ്യനൊക്കെ അതീവ ശോചനീയം. എന്തായിരുന്നാലും ചാലക്കുടിയിലെ ഭരണാധികാരികൾ ഇത് വളരെ ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ ചാലക്കുടി പട്ടണ നിവാസികൾ, ഞാൻ പറഞ്ഞ ഭരണാധികാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി നഗരസഭ അധ്യക്ഷ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെ മരണത്തിന്റെ മനുഷ്യരെന്ന് വിളിക്കും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലെ ഈ കോട്ട അടിപ്പാത വരുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ നടന്നത്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഈ കോട്ട ബൈബിൾ കൺവെൻഷൻ കഴിയുന്നതിനേക്കാൾ മുൻപ് കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിജസ്ഥിതിയെങ്കിലും വെളിപ്പെടുത്തണം. ആളുകൾ ഭയാശങ്കയോടെയാണ് നിൽക്കുന്നത്. ദേശീയപാത എന്ന് പറയുന്നത് കോട്ട പാപ്പാളി മുതൽ ഈ മുനിസിപ്പൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗം, പ്രത്യേകിച്ച് കോട്ട ആശ്രമ ജംഗ്ഷനുള്ള ഭാഗം ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയാണ്. എവിടെ അടിപ്പാത? ഇത് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഉത്തരം വേണ്ടേ? ഉത്തരം കിട്ടിയേ പറ്റൂ. ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ട് ദേശീയപാത അതോറിറ്റി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കോട്ട ആശ്രമം ജംഗ്ഷൻ. ആ ബ്ലാക്ക് സ്പോട്ട് പരിഹരിക്കാനായിട്ടുള്ള നടപടികളുടെ ഭാഗമായി 12ഓളം പുതിയ അടിപ്പാതകൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി 14 ബ്ലാക്ക് സ്പോട്ടുകളും അവിടെയും ഈ അടിപ്പാതകൾ നിർമ്മിക്കണം എന്നുള്ള
നിർദ്ദേശവും തീരുമാനവും കൈക്കൊണ്ടു. പക്ഷേ ആ തീരുമാനമെടുത്ത് 4 ഇതുവരെയായിട്ടും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധ ധർമ്മ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പുതിയ കോടതി സമിതി ഉദ്ഘാടനം ചെയ്യപ്പെടും. ബഹുമാനപ്പെട്ട എം.എൽ.എ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ 6 കോടതികൾ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള മേഖലയായി ഈ അടിപ്പാത ജംഗ്ഷൻ വരാൻ പോവാ. ഇത് നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ളത് മുനിസിപ്പൽ ജംഗ്ഷൻ നടത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ ചാലക്കുടിക്കകത്ത് പ്രധാന ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് ആ അടിപ്പാതയിലായിരിക്കും.